ओम शांति। शिव बाबा को याद है ഇന്നത്തെ ബാബയുടെ മധുര മഹാവാക്യാണ്. മുരളി ഡേറ്റ് 9/5/2021. അവ്യക്ത ബാപ്ദാദ റിവൈസ് 27/12/1987. निश्चय बुद्धि विजय रत्नों की निशानियाँ. ഇന്ന് ബാബ പറഞ്ഞിട്ടുള്ള അമൂല്യ മഹാവാക്യങ്ങൾ ഇതാണ്. നിശ്ചയ ബുദ്ധി വിജയ രത്നങ്ങളുടെ അടയാളങ്ങൾ. आज बाप दादा अपने चारों ओर के निश्चय बुद्धि विजय बच्चों को देख रहे हैं. ഇന്ന് ബാപ്പ് ദാദ തൻ്റെ 4 ഭാഗത്തിലുമുള്ള നിശ്ചയ ബുദ്ധി മക്കളെ, നിശ്ചയ ബുദ്ധി വിജയിയായിട്ടുള്ള മക്കളെ നോക്കുകയായിരുന്നു. हर एक बच्चे की निश्चय की निशानियां देख रहे हैं. നിശ്ചയ ബുദ്ധി വിജയായിട്ടുള്ള മക്കളെ നോക്കിക്കൊണ്ട് ഓരോ മക്കളിലുമുള്ള നിശ്ചയത്തിൻ്റെ അടയാളങ്ങൾ നോക്കുകയായിരുന്നു. നിശ്ചയ की विशेष निशानियां. നിശ്ചയത്തിൻ്റെ വിശേഷ അടയാളങ്ങൾ എന്തെല്ലാമാണെന്ന് ബാബ ഇതിൽ വിവരിക്കുന്നുണ്ട്. 5 പോയിന്റുകൾ ബാബ പറഞ്ഞിട്ടുണ്ട്. एक है जैसा निश्चय वैसा कर्म. वाणी में और हर समय चेहरे पर रूहानी नशा दिखाई देगा. ഏതുപോലെ നിശ്ചയം അതേപോലെ കർമ്മം. ഇനി വാക്കുകളിൽ എല്ലായ്പ്പോഴും മുഖത്തിൽ ആത്മീയ ലഹരി കാണപ്പെടും. दूसरी पॉइंट, हर कर्म संकल्प में विजय सहज प्रत्यक्ष फल के रूप में अनुभव होंगी. मेहनत के रूप में नहीं, लेकिन प्रत्यक्ष फल व अधिकार के रूप में विजय अनुभव होंगी. ഓരോ കർമ്മവും സങ്കല്പത്തിൽ വിജയം സഹജമായി പ്രത്യക്ഷ ഫലത്തിൻ്റെ രൂപത്തിൽ അനുഭവമാകും. ഓരോ കർമ്മം, അപ്പോൾ കർമ്മത്തിന് ആധാരം സങ്കല്പം. അപ്പോൾ സങ്കല്പത്തിൽ വിജയം സഹജമായ പ്രത്യക്ഷ ഫലത്തിൻ്റെ രൂപത്തിൽ അനുഭവമാകും. പ്രയത്നത്തിൻ്റെ രൂപത്തിലല്ല, പകരം പ്രത്യക്ഷ ഫലം അഥവാ അധികാരത്തിൻ്റെ രൂപത്തിൽ വിജയത്തിൻ്റെ അനുഭവമാകും. अपने श्रेष्ठ भाग्य, श्रेष्ठ जीवन व बाप और परिवार के संबंध संपर्क द्वारा 1% भी സംശയ സങ്കല്പ മാത്ര भी नहीं होगा. ഇനി മൂന്നാമത്തെ നിശ്ചയബുദ്ധികളുടെ അടയാളം പറയുന്നത് തൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം, ശ്രേഷ്ഠ ജീവിതം അഥവാ പിതാവ്, പരിവാരം, പരിവാരത്തിൻ്റെ സംബന്ധ സമ്പർക്കത്തിലൂടെ അതിലൊരു പെർസെൻറ്റ് കൂടി അഥവാ ഒരു ശതമാനം കൂടി സംശയം സങ്കല്പത്തിൽ കൂടി ഉണ്ടാവുകയില്ല. 14 क्वेश्चन मार्क समाप्त. हर बात में बिंदु बन बिंदु लगाने वाले होंगे. നാലാമത്തേതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അഥവാ ചോദ്യചിഹ്നം സമാപ്തം. ഓരോ കാര്യത്തിലും അതാണ് ബിന്ദുവായി ബിന്ദുവിടുന്നവരായിരിക്കും. ബിന്ദുവാകുന്നു, പിന്നീട് ബിന്ദുവിടുന്നവരായിരിക്കും. 5वां, निश्चय बुद्धि हर समय अपने को बेफिक्र बादशाह सहज स्वतः അനുഭവ करेंगे. 5ാമത്തെ നിശ്ചയബുദ്ധികളുടെ അടയാളാണ്. നിശ്ചയബുദ്ധികൾ എല്ലായ്പ്പോഴും തന്നെ നിശ്ചിന്തം അഥവാ ചിന്തയില്ലാത്ത ചക്രവർത്തികൾ എന്നുള്ള അനുഭവം സഹജമായും സ്വാഭാവികമായും ചെയ്യും. अर्थात बार बार स्मृति में लाने की मेहनत नहीं करनी पड़ेगी. അതാണ് ഞാൻ നിശ്ചയ ചക്രവർത്തിയാണ് എന്നുള്ള സ്ഥിതി കൊണ്ടുവരാൻ ഇടയ്ക്കിടയ്ക്ക് പരിശ്രമിക്കേണ്ടതിൻ്റെയോ അല്ലെങ്കിൽ സദാ സ്മൃതിയിൽ കൊണ്ടുവരേണ്ടതിൻ്റെയോ പ്രയത്നം വരുന്നില്ല. मैं बादशाह हूँ यह कहने की मेहनत नहीं करनी पड़ेगी. ഞാൻ ചക്രവർത്തിയാണ്, ചിന്തയില്ലാത്ത ദുഃഖമില്ലാത്ത ചക്രവർത്തിയാണ്, ഇത് പറയേണ്ടതിൻ്റെ പരിശ്രമവും വരുന്നില്ല.
लेकिन सदा स्थिति के श्रेष्ठ आसन व सिंहासन पर स्थित है ही. പകരം സദാ സ്ഥിതിയുടെ ശ്രേഷ്ഠ ആസനത്തിൽ अथवा सिंहासनത്തിൽ स्थितराയിരിക്കും. जैसे लौकिक जीवन में कोई भी परिस्थिति प्रमाण स्थिति बनती है. പറയുന്നത് പോലെ ലൗകിക ജീവിതത്തിൽ ഏതെങ്കിലും പരിതസ്ഥിതി സന്ദർഭവശാൽ ഞങ്ങളുടെ സ്ഥിതി निर्माण ചെയ്യപ്പെടുന്നു. चाहे दुख की चाहे सुख की, उस स्थिति की अनुभूति में स्वतः ही रहते हैं. बार बार मेहनत नहीं करते मैं सुखी हूँ व मैं दुखी हूँ. ഒരു പക്ഷേ അത് ദുഃഖത്തിൻ്റേതാകാം, അല്ലെങ്കിൽ സുഖത്തിൻ്റേതാകാം. അപ്പോൾ സ്ഥിതിയുടെ അനുഭൂതി സ്വാഭാവികമായിട്ടിരിക്കുന്നു. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നില്ല, ഞാൻ ദുഃഖിയാണ് അല്ലെങ്കിൽ സുഖിയാണ്, അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നില്ല. बेफिक्र बादशाह की स्थिति का अनुभव स्वतः सहज होता है. അതുകൊണ്ട് പറയുന്നത് അതേപോലെ തന്നെ ചിന്തയില്ലാത്ത ചക്രവർത്തി സ്ഥിതിയുടെ അനുഭവം സഹജമായും സ്വാഭാവികമായും ഉണ്ടാകുന്നു. अज्ञानी जीवन में परिस्थितियों प्रमाण स्थिति बनती है, लेकिन शक्तिशाली अलौकिक ब्राह्मण जीवन में परिस्थिति प्रमाण स्थिति नहीं बनती, लेकिन बेफिक्र बादशाह की स्थिति व श्रेष्ठ स्थिति बाप दादा द्वारा प्राप्त हुई नॉलेज की लाइट माइट द्वारा, याद की शक्ति द्वारा, जिसको कहेंगे ज्ञान और योग की शक्तियों का वर्षा बाप द्वारा मिलता है. बाप പറയുന്നത് അജ്ഞാന ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ സാഹചര്യം അനുസരിച്ച് അഥവാ സന്ദർഭം അനുസരിച്ച് സ്ഥിതി നിർമ്മാണം ചെയ്യപ്പെടുന്നു. അപ്പം നല്ല ദുഃഖത്തിൻ്റെതാണോ സുഖത്തിൻ്റെതാണോ അത് സ്ഥിതി നിർമ്മാണമാകുന്നു. എന്നാൽ ശക്തിശാലി അലൗകിക ബ്രാഹ്മണ ജീവിതത്തിൽ പരിതസ്ഥിതി അനുസരിച്ച് സ്ഥിതി നിർമ്മാണം ചെയ്യപ്പെടുന്നില്ല. പകരം നിശ്ചിത ചക്രവർത്തിയുടെ സ്ഥിതി അഥവാ ശ്രേഷ്ഠ സ്ഥിതി ബാപ് ദാദ മുഖേന പ്രാപ്തമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ലൈറ്റ് മൈറ്റ് മുഖേന, അല്ലെങ്കിൽ ഓർമ്മയുടെ ശക്തി മുഖേന, അതിനെ തന്നെ പറയും ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ശക്തികൾ സ്വത്തായി പിതാവ് മുഖേന ലഭിക്കുന്നു. तो ब्राह्मण जीवन में बाप के वर्षे द्वारा व सद्गुरु के वरदान द्वारा व भाग्य विधाता द्वारा प्राप्त हुए श्रेष्ठ भाग्य द्वारा स्थिति प्राप्त होती है. അപ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൽ പിതാവ് മുഖേന, പിതാവിൻ്റെ സ്വത്ത് മുഖേന, അല്ലെങ്കിൽ സദ്ഗുരുവിൻ്റെ വരദാനം മുഖേന, ഇല്ലെങ്കിൽ ഭാഗ്യവിധാതാവ് മുഖേന പ്രാപ്തമായിട്ടുള്ള ശ്രേഷ്ഠ ഭാഗ്യ മുഖേന സ്ഥിതി പ്രാപ്തമാകുന്നു. യുഗത്തിൽ സന്ദർഭം അനുസരിച്ച് സ്ഥിതി പ്രാപ്തമാകുന്നു എങ്കിൽ ബാബ വ്യത്യാസം മനസ്സിലാച്ചു കൊടുക്കുന്നത് ബ്രാഹ്മണ ജീവിതത്തിൽ പിതാവിൻ്റെ രൂപത്തിൽ പിതാവിൽ നിന്ന് കിട്ടുന്ന സ്വത്ത് മുഖേന, ഇനി സദ്ഗുരുവാകുമ്പോൾ സദ്ഗുരുവിൻ്റെ വരദാനം മുഖേന, ഇനി ഭാഗ്യവിധാതാവ് പിതാവ് മുഖേന ലഭിക്കുന്ന श्रेष्ठ भाग्य मुखेन स्थिति प्राप्तमाകുന്നു. अगर परिस्थिति के आधार पर स्थिति है तो शक्तिशाली कौन हुआ? ഒരു പക്ഷേ പരിസ്ഥിതിക്ക് അനുസരിച്ച് അഥവാ സാഹചര്യം അനുസരിച്ച് സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ ആരാണ് ശക്തിശാലി? പരിസ്ഥിതി പവർഫുൾ ഹോ ജായെങ്കിൽ ना, പരിസ്ഥിതിക്ക് അനുസരിച്ച് നമ്മുടെ സ്ഥിതി വരികയാണെങ്കിൽ പരിസ്ഥിതിയല്ലേ ശക്തിശാലി എന്ന്. और परिस्थिति के आधार पर स्थिति बनाने वाला कभी भी अजल अडोल नहीं रह सकता. അപ്പോൾ പരിസ്ഥിതിക്ക് അനുസരിച്ച് സ്ഥിതി ഉണ്ടാക്കുന്നവർ ഒരിക്കൽ കൂടി അചലവും അടോലവുമായിട്ടിരിക്കാൻ സാധ്യമല്ല. जैसे अज्ञान जीवन में अभी अभी देखो बहुत खुशी में नाच रहे हैं और अभी अभी उल्टे सोए हुए हैं. പറയുന്നതുപോലെ അജ്ഞാനി ജീവിതത്തിൽ ഇപ്പോഴിപ്പോൾ നോക്കിയാൽ വളരെ സന്തോഷത്തിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാലോ അവന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, തലകീഴായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. तो अलग जीवन में ऐसी हलचल वाली स्थिति नहीं होती.
അപ്പോൾ അലൗകിക ജീവിതത്തിൽ അത്തരത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നില്ല. परिस्थिति के आधार पर नहीं, लेकिन अपने वर्षे और वरदान के आधार पर व अपनी श्रेष्ठ स्थिति के आधार पर परिस्थिति को परिवर्तन करने वाला होगा. പരിസ്ഥിതിയുടെ ആധാരത്തിലല്ല, പകരം തൻ്റെ സ്വത്ത് വരദാനത്തിൻ്റെ ആധാരത്തിൽ, പിതാവിൽ നിന്ന് സ്വത്തിൻ്റെ രൂപത്തിൽ, ഇനി വരദാതാവിൽ നിന്ന് വരദാനത്തിൻ്റെ രൂപത്തിൽ, അഥവാ തൻ്റെ ശ്രേഷ്ഠസ്ഥിതിയുടെ ആധാരത്തിൽ പരിതസ്ഥിതിയെ പരിവർത്തനം ചെയ്യുന്നവരായിരിക്കും. तो निश्चय बुद्धि इस कारण सदा बेफिक्र बादशाह है. അതുകൊണ്ട് നിശ്ചയ ബുദ്ധികൾ ഈ കാരണം കൊണ്ട് സദാ നിശ്ചിന്ത ചക്രവർത്തികളാണ്. क्योंकि फिक्र होता है तो कोई अप्राप्ति व कमी होने के कारण. എന്തുകൊണ്ടെന്നാൽ ചിന്തയുണ്ടാകുന്നത് എപ്പോഴാണോ എന്തെങ്കിലും അപ്രാപ്തി അല്ലെങ്കിൽ കുറവുകൾ ഉണ്ടാവുന്നത് കാരണം. अगर सर्व प्राप्ति स्वरूप है, मास्टर सर्वशक्तिवान है, तो फिक्र किस बात का रहा. ഒരു പക്ഷേ സർവപ്രാപ്തി സ്വരൂപാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്, അപ്പോൾ ഏത് കാര്യത്തിൻ്റെയാണ് ചിന്ത? अच्छा, सर्व निश्चय बुद्धि विजय रत्नों को, सदा निश्चिंत बेफिक्र बच्चों को, सर्व निश्चित विजय के नशे में रहने वाले रूहानी आत्माओं को, सर्व तूफानों को पार कर तोहफा अनुभव करने वाले विशेष आत्माओं को, सदा अचल अडोल एगर स्थिति में स्थित रहने वाले निश्चय बुद्धि बच्चों को बाप दादा का याद प्यार और नमस्ते. സർവ നിശ്ചയ ബുദ്ധി വിജയരത്നങ്ങൾക്ക്, സർവ നിശ്ചിന്ത ചിന്തയില്ലാത്ത മക്കൾക്ക്, സദാ നിശ്ചിത വിജയത്തിൻ്റെ ലഹരിയിലിരിക്കുന്ന ആത്മീയ ആത്മാക്കൾക്ക്, സർവ കൊടുങ്കാറ്റുകളെയും മറികടന്ന് സമ്മാനം അനുഭവം ചെയ്യുന്ന, തൂഫാനിനെ മറികടന്ന് തോഫ സമ്മാനം ഗിഫ്റ്റിൻ്റെ അനുഭവം ചെയ്യുന്ന വിശേഷാത്മാക്കൾക്ക്, സദാ അചലവും അടോല ഏകരസ്ഥിതിയുടെ സ്ഥിതിയിലിരിക്കുന്ന നിശ്ചയബുദ്ധി മക്കൾക്ക് ബാപ്ദാദയുടെ യാദ് പ്യാർ और नमस्ते. आज का वरदान है, व्यर्थ की लीकेज को समाप्त कर व समर्थ बनने वाले कम खर्चा ബാലാനശീൻ ഭവ. വ്യർത്ഥതയാകുന്ന ലീക്കേജിനെ ഇല്ലാതെയാക്കി സമർത്ഥരാകുന്ന കം ഖർച്ച ബാലാനശീൻ, കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്നവരായി ഭവിക്കൂ. एक्सप्लेन है, संगम युग पर बाप दादा द्वारा जो भी खजाने मिले हैं, उन सर्व खजानों को व्यर्थ जाने से बचाओ तो कम खर्चा बाला नशीन बन जाएंगे. പറയുന്ന സംഗമ യുഗത്തിൽ ബാപ്പ് ദാദാ മുഖേന ഏതെല്ലാം ഖജനാവുകൾ ലഭിച്ചിട്ടുണ്ടോ ആ എല്ലാ ഖജനാവുകളെ വ്യർത്ഥമായി പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുക. അപ്പോൾ കുറഞ്ഞ ചിലവും കൂടുതൽ ലാഭമുള്ളവരായി മാറും. വ്യർത്ഥ സെ ബച്ചാവ് കർണ അർത്ഥാർ സമർത്ഥ് ബനന. അപ്പോൾ വ്യർത്ഥതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് വെച്ചാൽ അർത്ഥാണ് സമർത്ഥരായി തീരുക. ജഹം സമർത്ഥി ഹെ വഹം വ്യർത്ഥ് ജായേ യ ഹോ നഹി സക്ത. എവിടെ സമർത്ഥതയുണ്ടോ അവിടെ വ്യർത്ഥമായി പോവുക അസാധ്യമാണ്. अगर व्यर्थ की लीकेज है तो कितना भी पुरुषार्थ करो, लेकिन मेहनत करो, लेकिन शक्तिशाली बन नहीं सकते. ഒരു പക്ഷേ വ്യർത്ഥതയുടെ ലീക്കേജ് ഉണ്ടെങ്കിൽ എത്ര തന്നെ പുരുഷാർത്ഥം ചെയ്താലും പ്രയത്നിച്ചാലും ശക്തിശാലിയാവാൻ സാധിക്കുകയില്ല. इसलिए लीकेज को चेक कर समाप्त करो. അതുകൊണ്ട് ലീക്കേജിനെ പരിശോധിച്ച് ഇല്ലാതെയാക്കൂ. तो व्यर्थ से समर्थ हो जाएंगे. അപ്പോൾ വ്യർത്ഥതയിൽ നിന്നും സമർത്ഥരായി മാറും. स्लोगन है, प्रवृत्ति में रहते संपूर्ण पवित्र रहना, यही योगी व ज्ञानी तो आत्मा की चैलेंज है.
പറയുന്നു, പ്രവൃത്തിയിലിരുന്ന് അഥവാ കുടുംബത്തിലിരുന്നു കൊണ്ട് സമ്പൂർണ്ണ പവിത്രമായിട്ടിരിക്കുക. ഇത് യോഗി ജ്ഞാനി ആത്മാക്കളുടെ ചാലഞ്ച് അഥവാ വെല്ലുവിളിയാണ്. अच्छा मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को नमस्ते, याद प्यार और गुड मॉर्निंग. अच्छा, ओम शांति.